ഹലോ ഓൾ. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി. കാരണം എന്ത് പറയാനാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ലാതെ പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ. അപ്പോൾ നമ്മൾ വെറുതെ കിടന്ന് വായിട്ടടിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്നു, അല്ലെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു. പക്ഷേ അതിന് തക്കതായിട്ടുള്ള റിസൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ എന്താണ് കാര്യം, ഇത് നമ്മളെയൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചോണ്ടിരിക്കുക, നമ്മളെയൊക്കെ വെറുതെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക. ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതില് നമ്മൾ ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് യാതൊരു വിലയും ഇല്ലാത്ത ഒരു ഒരു രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് ആദ്യം ISL കേസ് തന്നെ നോക്കിയാൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ തുടങ്ങും എന്ന് പറയുന്നു. ഫെബ്രുവരിയിൽ ISL സ്റ്റാർട്ട് ആവും. അപ്പോൾ ഒരു 2 ഹോസ്റ്റ് എന്തോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള ടീമുകളുടെ ഒക്കെ ആരാധകർ കളിൽ കാണുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സ്റ്റേഡിയത്തിൽ പോക്കോ ചാൻഡിങ്ങോ ഒന്നും ഈ വർഷം ഇനി ഇല്ല നമുക്ക് എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം. ഒരു ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേഡിയം ചാൻഡിങ് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സീസണിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയെ. അപ്പോൾ അതില്ലാത്ത ഒരു സീസൺ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് മറ്റേ നമ്മൾ കോവിഡിന്റെ സമയത്ത് ക്ലോസ് ഡോറിൽ നമ്മൾ ടിവിയിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് പക്ഷെ അതേപോലെയല്ല. ഇത് നമ്മുടെ ഫെഡറേഷൻ പിടിപ്പുകേട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ടാണ് ഇനി ഇന്ത്യൻ ഫുട്ബോൾ പോകുന്നത്. 20 വർഷത്തെ ഒരു കരാറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി അടുത്ത വർഷം അറിയാം. അതൊക്കെ നടക്കുമോ ഇല്ലയോ, എന്തുവാ പരിപാടി, അടുത്ത വർഷം ഇനി എന്ത് പ്രശ്നം വരാൻ പോകുന്നത് അടുത്ത വർഷം അറിയാം. അപ്പൊ ഈ വർഷം എന്തായാലും ഇങ്ങനെ പോകും എന്ന് വിശ്വസിക്കും. അപ്പൊ പിന്നീട് നമുക്ക് പറയാനുള്ളത്, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റേഡിയം തിരിച്ച് ഏൽപ്പിക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അതിന് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. നമ്മളൊരു അനിയന്റെ കല്യാണം ആയതുകൊണ്ട് പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഞാൻ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഈ ഒരു കേസിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രയും സംസാരിച്ചത് വെറുതെ ആയില്ല, അത് ശരിക്കുമുള്ള കാര്യമായിരുന്നു. പല മാധ്യമങ്ങളും പറഞ്ഞതൊക്കെ വളരെ തെറ്റായിരുന്നു, വെറും പൊട്ടത്തരമായിരുന്നു. നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ശരിയായിരുന്നു എന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ സ്റ്റേഡിയം പണിയുന്നു, സ്റ്റേഡിയം റീബിൽഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളായിട്ടാണ് വന്നത്. സ്റ്റേഡിയം മറ്റൊരാൾക്ക് പണിയാൻ കൊടുക്കുന്നതിന്റെ കാര്യം എന്താ, പിന്നെ ചില വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. സ്റ്റേഡിയം പൊളിച്ചിട്ടിരിക്കുന്നു, പകുതിക്കിട്ടിരിക്കുന്നു, പണിക്ക് ആളില്ല, കട ഒഴിപ്പിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തായാലും സ്റ്റേഡിയത്തിന്റെ പണി അടിപൊളിയായിട്ട് നടന്നു. ഒരുപാട് വ്യത്യാസമുണ്ട് സ്റ്റേഡിയത്തിന്. ഞാൻ വീഡിയോസിൽ കണ്ടത് വെച്ച് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി ഒരുപാട് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ പുറകുവശങ്ങളാണെങ്കിലും വെളിഭാഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആ വാക്ക് വേ ആണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സീറ്റുകളാണെങ്കിലും ഒക്കെ, പിച്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ മൊത്തം കള്ളമാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി. ഇപ്പം ഈ മാധ്യമങ്ങൾ സത്യം പറയല്ല, അവരവരുടെ ഒപ്പോണന്റിനെതിരെ സംസാരിക്കുന്നു, ആളുകളിലേക്ക് നുണ പ്രചരണങ്ങൾ നടത്തുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വിഷമമാണ്. നമ്മളിലേക്ക് നല്ല ന്യൂസുകളും കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ട ആളുകൾ ഇവിടെ നുണപ്രചരണങ്ങൾ അവരുടെ ചാനലിലൂടെ, ടിവിയിലൂടെ, ഓൺലൈനിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഈ സ്റ്റേഡിയത്തിന്റെ പണിയാൻ കഴിഞ്ഞതിന് ശേഷം അത് തിരിച്ച് GCD ഏൽപ്പിക്കുന്ന ആ സമയത്ത് ഞാൻ ന്യൂസിൽ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ന്യൂസിലും അതിനെ പറ്റിയിട്ട് പറയുന്നില്ലായിരുന്നു. ഇപ്പൊ സ്റ്റേഡിയം നശിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ് വന്ന ആ ഒരു ശുഷ്കാന്തി ഇവരാരും സ്റ്റേഡിയം നന്നാക്കി എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ച് ഞാൻ കണ്ടില്ല. ഇപ്പൊ ഇവരൊക്കെ എവിടെയാണ്? പിന്നെ അതേപോലെ പിന്നെയുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും ഈ വീഡിയോ ചെയ്തതിന് കാരണം ഈ പോസ്റ്ററാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്ററാണ്. അപ്പൊ ഈ പോസ്റ്റർ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് തോന്നി. ശരിക്കും ഇത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നില്ല ഇത് പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇതേപോലെ ഒരു പോസ്റ്റർ പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് മഞ്ഞപ്പടയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പോസ്റ്ററിലുള്ള ആനയുണ്ടല്ലോ, അത് ശരിക്കും മഞ്ഞപ്പടയാണ്. അവരിങ്ങനെ നോക്കി 2026 എന്താണ്, എങ്ങനെയാണ്, എന്ത് ചെയ്യും എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടതിലും കാര്യമുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ആ ഒരു പോസ്റ്ററിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, കുറെ മീനിങ് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിയിരിക്കുകയാണ് 2026 എന്താ ഇനി സംഭവിക്കുക എന്നുള്ളത്. ഇപ്പൊ തന്നെ നോക്ക്, തിയാഗോ പോയിരിക്കുന്നു. സീസൺ ഇതുവരെ നമ്മുടെ ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൂടിയില്ല. ഈ വർഷം സൈൻ ചെയ്ത പ്ലെയറാണ് തിയാഗോ പോയിരിക്കുന്നത്. എന്ത് കാര്യം എന്താ? ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്, ലൂണയുടെ കാര്യം വരുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആണ് കേട്ടോ. ലോണിലാണ് പോകുന്നത്, നെക്സ്റ്റ് സീസണിൽ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അറിയില്ല പക്ഷെ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതിലെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു ഐഡിയ ഇല്ല. ഇപ്പം ലൂണ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പം പല യൂറോപ്യൻ ക്ലബ്ബുകളെയൊക്കെ ആരാധിച്ചുകൊണ്ട് പണ്ട് മുതലേ വരുന്ന പലർക്കും നമുക്കറിയാം, ക്ലബ് ഫുട്ബോളാണ്, പ്ലേയേഴ്സ് വരും പോകും, മാനേജേഴ്സ് വരും പോകും എന്നുള്ളൊരു സംഭവം ഉണ്ട്. ശരിയാണ്. എങ്കിൽ പോലും പല യൂറോപ്യൻ ക്ലബ്ബുകളിലെ പോലും ചില ആളുകൾക്ക്, ഇപ്പം റയൽ മാഡ്രിഡിനെ ആരാധിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ചെൽസി ആരാധകർക്ക്, ആർസണൽ ആരാധകർക്ക്, ബാഴ്സ ആരാധകർക്ക്, അങ്ങനെ പലർക്കും
അവരുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പോ ലിവർപൂളിന് സ്റ്റീഫൻ ജെറാർഡ് ഒക്കെ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് മെസ്സിയും റൊണാൾഡിനോയും ഒക്കെ ഉള്ളതുപോലെ, ചെൽസിക്ക് ദ്രോഗ്ബ ഒക്കെ ഉള്ളതുപോലെ, നമുക്കങ്ങനെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കഴിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അതേപോലെ എനിക്ക് ബ്ലാസ്റ്റേഴ്സിൽ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ആള് എവിടെ പോയാലും വിരമിച്ചു പോയാലും ഒക്കെ ലൂണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു ജിന്നാണ്. അപ്പം ആളില്ലാത്ത സീസൺ എന്ന് പറയുന്നത് ആൾക്കൊരു കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസൺ ആണെന്ന് തോന്നുന്നു, ആൾക്ക് പരിക്കായിട്ട് ഒരു ഹാഫ് ഡോർ വന്ന സീസൺ. ആ സീസണിൽ ഒരു ഹാഫോളം പുള്ളി ഇല്ലായിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു അത്. അപ്പോൾ ലൂണ നമ്മളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി എന്ന് കേൾക്കുമ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും ഭയങ്കര വിഷമമുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഈ വാട്സപ്പിലൊക്കെ ലൂണയുടെ പല ഫോട്ടോസ് മാത്രം DP ഇടുന്ന പല ഫ്രണ്ട്സുകൾ വരെയുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അറിയില്ല, നമുക്ക് കാത്തിരിക്കാം 2026 ഇനി എന്ത് ഉൾക്കയാണ് ഇവിടെ വീഴാൻ പോകുന്നതെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം, കാത്തിരിക്കാം, അല്ലാതെ പറയാം. താങ്ക് യു.